നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വമ്പിച്ച വിജയത്തിലേക്ക് നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അനുകൂലിച്ച് ചേലക്കരയിലും ഫ്ലെക്സ് ബോർഡുകൾ. 102 സീറ്റുകളോടെ UDFനെ അധികാരത്തിലെത്തിച്ച നിലപാടുകളുടെ രാജകുമാരൻ VDS എന്നും പടനയിച്ചവൻ നാടുഭരിക്കട്ടെ എന്നും ഫ്ലെക്സ് ബോർഡിൽ. നിയുക്ത MLA രമേശ് പിഷാരടിക്ക് പാലക്കാട് ഉജ്ജ്വല സ്വീകരണം. പാലക്കാട് നഗരത്തിൽ നിന്നും ആരംഭിച്ച സ്വീകരണ റാലി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചുറ്റി മേപ്പറമ്പിൽ സമാപനം. തൃശൂർ ഒല്ലൂരിൽ മുഖം മറച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ചു വീഴ്ത്തി. ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ യുവാവിനെ വീണ്ടും 2 തവണ തലക്കടിച്ചു. ഗുരുതര പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി 37 വയസ്സുള്ള ഡേവിസ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വടക്കാഞ്ചേരി അകമലയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പോലീസ് പിടിയിലായത് ആലത്തൂർ കുത്തന്നൂർ സ്വദേശി രാജീവ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രമുറ്റത്ത് പരസ്യ മദ്യപാനം നടത്തിയ 4 പ്രതികൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വമ്പിച്ച വിജയത്തിലേക്ക് നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അനുകൂലിച്ച് ചേലക്കരയിലും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. 102 സീറ്റുകളോടെ UDFനെ അധികാരത്തിലെത്തിച്ച നിലപാടുകളുടെ രാജകുമാരൻ VDS എന്നും പടനയിച്ചവൻ നാടുഭരിക്കട്ടെ എന്നുമാണ് ബോർഡിലെ വാചകങ്ങൾ. പാർട്ടിയെ സ്നേഹിക്കുന്ന ചേലക്കരയിലെ കോൺഗ്രസുകാരുടെ പേരിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വള്ളത്തോൾ നഗർ ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി പ്രവർത്തകർ രംഗത്തുണ്ട്. ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട LDFനെ തറപറ്റിച്ച് UDFന് മിന്നും വിജയം സമ്മാനിച്ചതിൽ സതീശന്റെ തന്ത്രങ്ങൾ നിർണായകമായിരുന്നു എന്നാണ് അണികളുടെ പക്ഷം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നിയുക്ത MLA രമേശ് പിഷാരടിക്ക് പാലക്കാട് ഉജ്ജ്വല സ്വീകരണം. പാലക്കാട് നഗരത്തിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ റാലി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ചുറ്റി മേപ്പറമ്പിൽ അവസാനിച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തെ നേതാക്കളെ സന്ദർശിച്ചതിനു ശേഷമാണ് നിയുക്ത MLA രമേശ് പിഷാരടി പാലക്കാട് തിരിച്ചെത്തിയത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരെത്തിയിരുന്നു. മെട്രോ നഗർ, പേഴുങ്കര, ബംഗ്ലാമേട്, വാരിയംപറമ്പ്, ചിറക്കോട്, പുളിയംപറമ്പ്, വടക്കേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും സ്വീകരണം നൽകി. UDF നേതാക്കളും രമേശ് പിഷാരടിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ഒല്ലൂരിൽ മുഖം മറച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തി. ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ യുവാവിനെ വീണ്ടും 2 തവണ കൂടി തലക്കടിച്ചു. ഗുരുതര പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി 37 വയസ്സുള്ള ഡേവിസ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലക്കടിച്ച ശേഷം ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പാലക്കാട് ആലത്തൂർ കുത്തന്നൂർ സ്വദേശി രാജീവാണ് പിടിയിലായത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ബേക്കറിയിൽ മോഷണം നടന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രമുറ്റത്ത് പരസ്യ മദ്യപാനം നടത്തിയ 4 പ്രതികൾ അറസ്റ്റിൽ. പ്രതികൾക്കെതിരെ പൊതുസ്ഥലത്ത് പരസ്യ മദ്യപാനം, കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പടിയന്നൂർ സ്വദേശികളായ പ്രതീഷ്, അനൂപ്, ലാലു മോഹൻ, അരുൺ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മെയ് 6 രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലായിരുന്നു സംഭവം. ഭക്തജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി മദ്യക്കുപ്പി കൈമാറി മദ്യപിച്ച പ്രതികൾ ഇത് ചോദ്യം ചെയ്ത പരാതിക്കാരിക്ക് നേരെ മദ്യക്കുപ്പി നീട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു. കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ കുറ്റവകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അറസ്റ്റിലായ അനൂപ് മുൻപ് മതിലകം സ്റ്റേഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. ഇരിങ്ങാലക്കുട SHO ദിലീഷ് T, SI അഭിലാഷ് T എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSTA ദ്വിദിന ജില്ലാ പഠന ക്യാമ്പിന് കോട്ടായിൽ തുടക്കമായി. രാജ്യസഭാ MP ഡോക്ടർ V ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AM അജിത് അധ്യക്ഷത വഹിച്ചു. ശനിയാഴ്ച രാവിലെ കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പഠന ക്യാമ്പിൽ ജില്ലയിലെ വിവിധ സബ് ജില്ലാ കമ്മിറ്റികളുടെ ഭാരവാഹികളായ 175ഓളം പ്രതിനിധികളാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KC മഹേഷ്, MA അരുൺകുമാർ എന്നിവർ സന്നിധരായി. ജില്ലാ സെക്രട്ടറി K അജില സ്വാഗതവും ട്രഷറർ G പ്രദീപ് നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ വർഗസമരത്തിൻ്റെ സൈദ്ധാന്തിക തലങ്ങൾ എന്ന വിഷയത്തിൽ M ഗിരീഷ്, സർഗാത്മക സംഘടനാ പ്രവർത്തനം എന്ന വിഷയത്തിൽ KC മഹേഷ് എന്നിവർ ക്ലാസ് എടുത്തു. K പ്രസാദ്,
പി ബാലകൃഷ്ണൻ, മനു ചന്ദ്രൻ, KT ഭക്തഗിരീഷ്, PG ഗിരീഷ് കുമാർ, MP വിപിൻ എന്നിവർ സംസാരിച്ചു. മതനിരപേക്ഷ ഇന്ത്യയും വർഗീയതയും K ജയദേവൻ, നവകേരളവും സ്ത്രീ മുന്നേറ്റവും TV അനിത എന്നീ ക്ലാസുകൾ ഞായറാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള പാലക്കാടിന്റെ സുരക്ഷാ ജാഗ്രതാ പുരസ്കാരം മെയ് 12-ന് പാലക്കാട് വെച്ച് വിതരണം ചെയ്യും. സംസ്ഥാനത്തെ മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ഫാക്ടറികൾക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് സെക്രട്ടറി സെബാസ്റ്റ്യൻ C. ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫാക്ടറികൾ, ഫാക്ടറി തൊഴിലാളികൾ, പരിസരം ഉൾപ്പെടെയുള്ളവയിൽ ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചാണ് പുരസ്കാരം നൽകുന്നത്. സുരക്ഷാ ബോധവൽക്കരണത്തിനായി രൂപീകരിച്ച സേഫ്റ്റി കൗൺസിൽ ഫാക്ടറി ഉടമകൾ, ജീവനക്കാർ എന്നിവരെ കൂടാതെ കോളേജ്, സ്കൂൾ, വീട്, IT, പോളിടെക് എന്നിവിടങ്ങളിലും സൗജന്യ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇലക്ട്രിക്, ഇലക്ട്രോണിക്സ് ഫാക്ടറി, LPG, റോഡ് സേഫ്റ്റി തുടങ്ങി എല്ലാ മേഖലകളിലും ബോധവൽക്കരണവും പരിശീലനവും നടത്തുന്നുണ്ട്. ഇതിന് സർക്കാർ ഏജൻസികളുടെ സഹായവും ലഭിക്കുന്നുണ്ട്. സുരക്ഷാ ബോധം എല്ലാ മേഖലകളിലും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഫസ്റ്റ് എയ്ഡ് കോഴ്സ് സംഘടിപ്പിക്കുമെന്നും സെക്രട്ടറി സെബാസ്റ്റ്യൻ C. ജോസഫ് പറഞ്ഞു. സേഫ്റ്റി കമ്മിറ്റിക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, മോക്ക് ഡ്രിൽസ്, ഇൻഡസ്ട്രിയിലൊക്കെ വേണ്ട മോക്ക് ഡ്രിൽസ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലുമുള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ പ്രോഗ്രാം, പലതും നമ്മൾ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നോമിനലായിട്ടൊക്കെ ഫ്രീ വാങ്ങാറുണ്ട്. ബാക്കി ഫ്രീ പ്രോഗ്രാംസ് നമ്മൾ സ്കൂള്, കോളേജുകള്, ഹൗസിംഗ് കോളനികൾ, അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പം ഹൗസിംഗ് കോളനികളിലൊക്കെ LPG, നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ LPGയുടെ സുരക്ഷിതമായ ഉപയോഗം, അങ്ങനെ ഉള്ള LPG ക്ലിനിക്കുകളൊക്കെ മെയിൻലി സ്ത്രീകളെ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യാറുള്ള കോളനികളുണ്ട്. പിന്നെ ഈ വ്യവസായ സ്ഥാപനങ്ങളുടെ നമ്മൾ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള സേഫ്റ്റി ഓഡിറ്റ്സ്, സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് ഇത് നടത്തി കൊടുക്കാറുണ്ട്. ജോയിന്റ് സെക്രട്ടറി ബേബി PV, വിജയരാഘവൻ V, രാജേഷ് PN എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അന്യം നിന്നു പോകുന്ന പുൽപ്പായ നിർമ്മാണം വലിയൊരു വരുമാന മാർഗമല്ലെങ്കിലും നിലനിർത്തിപ്പോരുകയാണ് പാഞ്ഞാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലത്ത് ഒരു കൂട്ടം വീട്ടമ്മമാർ. എന്നാൽ കേരള കലാമണ്ഡലത്തിന്റെ പുതുതായി രൂപപ്പെടുത്തിയ ടൂറിസം പദ്ധതിയിൽ പുൽപ്പായ നെയ്ത്ത് കേന്ദ്രത്തെ കൂടി ഉൾപ്പെടുത്തിയതിൽ ഏറെ സന്തോഷത്തിലാണ് ഈ വീട്ടമ്മമാർ. ഒരു കാലത്ത് മലയാളികൾ താലോലിച്ചിരുന്ന പുൽപ്പായ ഇന്ന് അന്യം നിന്നു പോവുകയാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലത്ത് വലിയൊരു ജീവിതമാർഗമല്ലെങ്കിലും പുല്ലായ നെയ്ത്ത് കേന്ദ്രത്തെ കരുതലോടെ കാക്കുകയാണ് ഒരു കൂട്ടം വീട്ടമ്മമാർ. കലാമണ്ഡലത്തിൻ്റെ ഭൂപടത്തിൽ ഈ പുല്ലായ നെയ്ത്ത് കേന്ദ്രത്തെ കൂടി ഉൾപ്പെടുത്തിയത് വളരെ വലിയ സന്തോഷത്തിലാണ് ഇവർ. വിദേശികളെ ഏറെ ആകർഷിക്കുന്ന തരത്തിൽ പുല്ലായിൽ വിരിയുന്ന വർണ്ണചിത്രങ്ങൾ വില നൽകി വാങ്ങാൻ വിദേശികൾ എത്തുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയും 40ഓളം ടൂറിസ്റ്റ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചിരുന്നു. കുറുവ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം കുലത്തൊഴിൽ എന്ന നിലയിലാണ് ഇവിടെ പുല്ലായ വ്യവസായം ആരംഭിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ഒരു ലാഭവും ലഭ്യമല്ലാതായപ്പോൾ ഈ തൊഴിൽ പൂർണ്ണമായും ഒഴിവാക്കുന്ന അവസ്ഥയിലാണ് ഒരു കൂട്ടം സ്ത്രീകൾ ഇവർക്ക് താങ്ങും തണലുമായി എത്തിയത്. ഒപ്പം കാര്യങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടി ഒരു പുരുഷ സഹായിയും ഒപ്പമുണ്ട്. പുല്ല് ഇപ്പോൾ കിട്ടാനില്ല. ഒന്ന് പുല്ല് എക്സ്പെൻസീവ് ആണ്. പണ്ട് കിട്ടിയത് അതേ റേറ്റിൽ പുല്ല് കിട്ടുന്നില്ല. ഇപ്പോൾ പുല്ല് അധികം പൈസ കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ. രണ്ട് പുല്ല് ഭാരതപ്പുഴ തിരുമ്പോൾ പുല്ല് ഉണ്ടാവുന്നില്ല, ഈ പ്രദേശത്ത് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ചിറ്റൂർ പോലത്തെ പ്രദേശങ്ങളിൽ പുല്ല് കൊണ്ടുവരണം. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഒരു റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഒരു ചലഞ്ച് ഉണ്ട് നമുക്ക്. പക്ഷേ എന്താ പറയുക, ഇതാണ് ശരിക്കും പുല്ല്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് ഈ മേഖലയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നിന്നുമാണ് പുല്ല് കൊണ്ടുവരുന്നത്. പുല്ല് വെള്ളത്തിലിട്ട് കറകളഞ്ഞ ശേഷം ഒരു തണ്ടിൽ നിന്നും 6-7 പീസുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചീകിയെടുക്കണം. തുടർന്ന് പല കളറുകൾ നൽകി ഉണക്കിയെടുത്ത ശേഷമാണ് നെയ്ത്ത് തുടങ്ങുന്നത്. 6 അടി നീളവും 3 അടി വീതിയുമുള്ള പുൽപ്പായ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ പണികളും കഴിഞ്ഞ് ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലം മാസം 3000-ഓ അതിൽ താഴെയോയാണ്. ഇനി വരുന്ന സർക്കാർ ഈ മേഖലയ്ക്ക് പരിഗണന നൽകുമെന്ന പ്രതീക്ഷയിലാണ് സെക്രട്ടറി EN ദിവ്യയും മറ്റു ഭാരവാഹികളും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് കാരണം നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്. നമ്മുടെ ഇവിടെ ഇങ്ങനെ വന്ന് കണ്ടറിഞ്ഞ് വരുന്നവർ മാത്രം നമ്മുടെ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ഒരു കുറവ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്.
അപ്പോൾ അവരത് അവരുടെ സമയം കഴിഞ്ഞപ്പോൾ അവരതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മളൊരു 10-12 വർഷമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരാണിത് തുടങ്ങിപ്പോയത്. അപ്പോൾ അത് അവർ ഇതൊരു ഒരു കല, അതായത് ഒരു പുൽക്കായ എന്ന് പറയുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ ആ ഒരു കലയെ അവർ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് 10-12 വർഷമായിട്ട് ഒരു വേതനം ഒരു മാസം ഫുള്ള് വേതനമില്ലാണ്ടാണ് അവിടെ വന്ന് പണിയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ 4 പേരും കൂടിയായി നമ്മളിപ്പോൾ 8 പേരാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്നത്. നമ്മുടെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കെല്ലാം റേറ്റുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടാത്ത അവസ്ഥകളാണ്. അത് ഇപ്പോൾ ചിത്രൂരിനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനിപ്പോൾ കിലോക്കൊക്കെ നല്ല റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 8 പേർക്കും നമുക്ക് മാസം ഒരു ഇന്ന തുക എത്ര തുക എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല. എന്നാൽ കൂടി നമ്മുടെ 8 പേരും ഇവിടെ ഇങ്ങനെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജോലിക്കിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ MV മുകേഷിനെ പാലക്കാട് പ്രസ് ക്ലബ്ബ് അനുസ്മരിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ MV മുകേഷ് സ്മാരക പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയിലെ ക്യാമറാമാൻ AS അക്ഷയ്ക്ക് സമ്മാനിച്ചു. ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലപ്പുറമായി ഇവിടെ പറഞ്ഞ അനുഭവങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ കേട്ടതാണ്. ആ മേഖലയൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ ആളുകൾ പറയുമ്പോൾ, മുകേഷ് സുഹൃത്തുക്കൾ പറയുമ്പോഴാണ് അങ്ങനത്തെ ഒരു ലോകം കൂടി, സഹായത്തിൻ്റെ, സഹാനുഭൂതിയുടെ, കാരുണ്യത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു മുകേഷ് എന്നുള്ള കാര്യം കൂടി അറിയുന്നത്. അതുപോലെ പുസ്തകം എഴുതി, നല്ല നല്ല വീഡിയോസ് ചെയ്തു. ജേർണലിസ്റ്റ് എന്നതിലപ്പുറമായിട്ടുള്ള ഒരു മനുഷ്യൻ, സാധാരണ മാധ്യമപ്രവർത്തനം അപ്പുറത്തുകൂടി വിരാജിച്ച തൻ്റെ ജീവിതം അതിനുകൂടി സമ്മാനിച്ച ഒരു ജേർണലിസ്റ്റ്, ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു മുകേഷ്. കഴിഞ്ഞ വർഷം ഇതൊക്കെ തന്നെ ഈ വേദിയിൽ പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും ഒരു സന്തോഷമാണ്. മുകേഷിൻ്റെ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം നമുക്കറിയാം. ഒരു സഹോദരിയുടെ ഇവിടെ അമ്മയുടെ കുടുംബത്തിനാണ് ആത്യന്തികമായി ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത്. ഇത്തരം സംഭവങ്ങൾ, അപകടങ്ങൾ വരുമ്പോൾ പതറുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും മുന്നിൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന യൂണിയൻ്റെ ചിന്ത കഴിഞ്ഞ 2 വർഷമായി യൂണിയൻ ജനറൽ സെക്രട്ടറി നിലയിൽ ഞാനും ശ്രീനേഷും കർത്തയും നോബിളൊക്കെ ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റി, ഈ കമ്മിറ്റി കൂലങ്കഷമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വാട്ട് വി ക്യാൻ ഡു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ജോലിക്കിടയിൽ ആകസ്മികമായി മരണം സംഭവിക്കുന്നവർ, അസുഖം ബാധിച്ചു പോകുന്നവർ, അപകടത്തിൽപ്പെട്ടു പോകുന്നവർ, ഈ കുടുംബത്തെ ആൾക്ക് പകരം നമുക്ക് ഒന്നുകൊണ്ടും വി കാൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്, നമുക്കത് പകരം വെക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ അവരുടെ സഹപ്രവർത്തന നിലയിൽ, നമ്മുടെ സ്നേഹിതൻ നിലയിൽ, നമ്മുടെ യൂണിയന്റെ അംഗം നിലയിൽ, അല്ലെങ്കിൽ യൂണിയൻ ഒപ്പം പോകുന്ന ഒരാളെന്ന നിലയിൽ, അംഗമാണെന്നില്ലോ, നമ്മുടെ ഒപ്പം ഒരേ പണി ചെയ്യുന്നു പോകുമ്പോൾ യൂണിയൻ മെമ്പർഷിപ്പ് ഒക്കെ സാങ്കേതികത്വം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ മെമന്റോയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത പ്രശസ്തി പത്രവും കൈമാറി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷനായി. വി ഹരിഗോവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി M ശ്രീനേഷ്, ട്രഷറർ TS മുഹമ്മദ് അലി, അവാർഡ് ജേതാവ് AS അക്ഷയ് എന്നിവർ സംസാരിച്ചു. മുകേഷിന്റെ അമ്മ ദേവി, സഹോദരി ഹരിത എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സര വിജയി രമേശ് എഴുത്തച്ഛന് സമ്മാനം നൽകി. പാലക്കാട് പ്രസ് ക്ലബിന്റെ AV മുകേഷ് സ്മാരക പുരസ്കാരം കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ AS അക്ഷയ്ക്ക് സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ വമ്പിച്ച വിജയത്തിലേക്ക് നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അനുകൂലിച്ച് ചേലക്കരയിലും ഫ്ലെക്സ് ബോർഡുകൾ. 102 സീറ്റുകളോടെ UDFനെ അധികാരത്തിലെത്തിച്ച നിലപാടുകളുടെ രാജകുമാരൻ VDS എന്നും പട നയിച്ചവൻ നാടുഭരിക്കട്ടെ എന്നും ഫ്ലെക്സ് ബോർഡിൽ. നിയുക്ത MLA രമേശ് പിഷാരടിക്ക് പാലക്കാട് ഉജ്ജ്വല സ്വീകരണം. പാലക്കാട് നഗരത്തിൽ നിന്നും ആരംഭിച്ച സ്വീകരണ റാലി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചുറ്റി മേപ്പറമ്പിൽ സമാപനം. തൃശൂർ ഒല്ലൂരിൽ മുഖം മറച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ചു വീഴ്ത്തി. ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ യുവാവിനെ വീണ്ടും 2 തവണ തലക്കടിച്ചു. ഗുരുതര പരിക്കേറ്റ പുഴമ്പള്ളം സ്വദേശി 37 വയസ്സുള്ള ഡേവിസ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വടക്കാഞ്ചേരി അകമലയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പോലീസ് പിടിയിലായത് ആലത്തൂർ പുത്തന്നൂർ സ്വദേശി രാജീവ്.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രമുറ്റത്ത് പരസ്യ മദ്യപാനം നടത്തിയ 4 പ്രതികൾ അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.